എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് ചെമ്പല്ലിയാണ് കിട്ടിയേക്കുന്നത്. ഞാനും ഇളയ മകളും കൂടി ചെമ്പല്ലി ഇലയിൽ പൊള്ളിക്കാൻ പോകണേണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ട ഇതാണ് എൻ്റെ ടൂൾസ്. നോക്കി കാണിച്ചു കൊടുത്തേ. ഇത് ഞാൻ ഉണ്ടാക്കിയത്. ഒത്തിരി പേര് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കത്തി, അപ്പോൾ അവിടെ മീൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ച് മീൻ കാണിച്ചേ. എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം എന്ത് എത്തിക്കളണം? ആ മുള്ളു കാണിച്ചേ, മീനിലേക്ക് കാണിച്ചേ. വേണ്ട ഇട്ടിട്ട് അടുത്തത് ഇത് ഓൾറെഡി ചെത്തി വെച്ചാൽ നമ്മൾ ചെന്ന് പണി നല്ല ഇതില്ലേ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ചെറിയ സാധനം ചെത്തിക്കളുണ്ട്. മുറുക്കമല്ല നമുക്ക് കത്തിലേക്ക് മുറിച്ച് നോക്കണ്ടേ? പുതിയ വാങ്ങണം. താരെങ്ങനെയുണ്ട് എൻ്റെ മീൻ കട്ടിങ്? അടിപൊളി. അമ്മച്ചിക്ക് ഇത്രയും വില ഉണ്ടാവില്ല കയ്യിൽ. ചേട്ടത്തിനെ മസിൽ പിടിക്കുന്ന വില കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്ക്. മീൻ കാണിക്കാം, എന്നെ കാണിക്കല്ലേ. പുതിയ ആളാണ്ട് ഇവിടെ ക്യാമറമാൻ ഇത്രയും കട്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യണം അമ്മച്ചി? ശതമ്പല്ലേ ഇത് വെള്ളം ഒഴിക്കട്ടെ? അതൊക്കെ അറിയാലോ. ഇത് പിടിച്ച അമ്മച്ചി, ഇത് പിടിക്കുക. അത് പിടിച്ചിട്ട് നിന്നോട്ടാ ടേബിൾ പോലെ. അമ്മച്ചി ഒന്നും ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. വേണ്ട മീനിലേക്ക് കാണിക്കൂ. കൊച്ചി താരക്കൊച്ചി വേണ്ട അതെ ടേബിളോണ്ട. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് നല്ല കുട്ടപ്പനാക്കി എടുക്കുന്ന ചെറുമ്പല്ലി. തലയുടെ അവിടെയൊക്കെ ചെറുമ്പലുണ്ടാവും. വേണ്ട ഇത്ര ഭാഗം ചെറുമ്പല് പോയണ്ട. ഇത് തിരിച്ചിടുക, തേക്കാം. ചാരം ഇട്ട് തേക്കണം മതി. ചാരം അതെ നമുക്ക് അധികം നമ്മൾ ഇതെപ്പോഴും ക്ലീൻ ചെയ്യണം കാണിക്കണതാണ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കുമ്പോൾ കാണിക്കാം അല്ലേ? ഇങ്ങനെ കല്ലെടുത്ത് തേക്കാം. ചെറുമ്പല് കളഞ്ഞിട്ട് തേക്കാം കേട്ടോ. അപ്പോൾ വാഴയില വെട്ടാൻ പോവാട്ടോ. വെട്ടിക്കോളൂ. വാഴയില റെഡി. അപ്പം ഇനി എന്താ ചെയ്യാൻ വേണ്ടത്? നമുക്ക് വാഴയില പൊള്ളിക്കാം. വാഴ കഴുകിയിട്ട് നമുക്ക് പൊള്ളിക്കാം. ആ ശരി. അല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ അവിടെ നിന്നിട്ട്. ഞാനോ? അതെ ഇനി ഞാനോ? വാ. ആഹാ പ്ലെയിനൊക്കെ ആദ്യം ഇടാണേണാ ഹെലികോപ്റ്റർ. ഞങ്ങളില്ലേ ചേട്ടാ, ഞങ്ങളുടെ അവിടെ ഇങ്ങനെ വിമാനം പോവില്ലേ, എയർപ്ലെയിൻ ഒക്കെ പോകുമ്പോഴില്ലേ പിള്ളേരെല്ലാരും കൂടി ഓടും. വിമാനം പോകുന്ന പോയിട്ടുള്ള ടാറ്റ കൊടുക്കും ഇങ്ങനെ. വാഴല വാട്ടണ ഒരാള്. നിങ്ങളിങ്ങനെയാണോ വാഴല വാട്ടണത്? അയ്യോ കരിഞ്ഞോ? പൊട്ടിപ്പോയാ? ഞങ്ങളും ഇങ്ങനെയും വാട്ടാറുണ്ട്. ഇങ്ങനെയും വാട്ടാറുണ്ട്, അടുപ്പിലും വാട്ടാറുണ്ട്. ഞങ്ങൾക്ക് അടുപ്പില്ലല്ലോ. ഞങ്ങൾക്കുണ്ട്, വിറകടുപ്പുണ്ട്. വിറകടുപ്പിൽ വെച്ചാ ടേസ്റ്റാണ് കേട്ടോ. അവിടെ വല്യമ്മച്ച് വെച്ച ഫുഡല്ലോ. അപ്പൊ നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം. അമ്മച്ചി എന്താ ചെയ്യണ? ഗ്രേവി ഉണ്ടാക്കാൻ അല്ലേ? അപ്പൊ ഞാൻ ഇട്ടോട്ടെ മുളക് പൊടി? മുളക് പൊടി ഇടൂ. മുളക് പൊടി കുറച്ചധികം ഇട്ടോ, വലിയ മീനാ ഇട്ടോ. കാശ്മീരി ചില്ലി വേണം അമ്മച്ചി? വേണ്ടല്ലോ. മതിയോ? കുറച്ചും കൂടി. ആ മതി പോരെ? ആ മഞ്ഞപ്പൊടി കുറച്ച് ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ മീൻ. ആഹാ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടോ. പോരെ? അടുത്ത് കുറച്ച് ഉപ്പ്. ഉപ്പിടാം. പൊടി ഉപ്പ് മതിയല്ലോ. മതി. കുറച്ച് വെളിച്ചെണ്ണ കുഴക്ക്. കൈ കൊണ്ടൊന്ന് കുഴക്കാദ്യം. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ? കൈ കൊണ്ട് കുഴക്കാദ്യം. മിക്സാക്ക്. അതിൻ്റെ ഒരു കുഴി ഉണ്ടാക്ക് ചെറുതായിട്ട്. കുഴി ഉണ്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത്ര മതിയോ? കുറച്ചും കൂടി ഒഴിച്ചോ. അത്ര മതി. പിന്നെ അങ്ങനെ നാരങ്ങ നീര് ഞാൻ പിഴിച്ച് വെച്ചാൽ ഇത് അത് നടുക്കാട്ട് ഒഴിക്ക്. ഫുള്ള് ഒഴിച്ചോ. ഇത് കുഴി വലുതാക്ക്. കുഴി വലുതാക്കി എല്ലാം ഒഴിച്ചോ. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ല ഇങ്ങനെയല്ലേ അമ്മച്ചി? കുറച്ച് വെള്ളം കൂടി ഒഴിക്കണോ? കുറച്ച് വെള്ളം ഒഴിക്ക്. ഉപ്പ് കറക്റ്റാണോ നോക്കണം ചേട്ടാ. ഉപ്പ് അടുത്താണ് നീ നോക്കിയേ. എനിക്ക് ഇത്തിരി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തരാം. മിക്സ് ചെയ്ത്
താരമോള് ചെയ്യണത് ശരിയാണോ നോക്കി അമ്മച്ചി? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അമ്മച്ചി എന്താ ചെയ്തോണ്ടിരിക്കണ? കൈമാറ്റിയേ. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മസാല ഉണ്ടാക്കാൻ. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോട്ട് ഉപ്പുണ്ടോ നോക്കട്ടെ. പൊടിക്കും കൂടി ഇട്ടോ ഉപ്പ്. കൂടിപ്പോവല്ലോ കേട്ടോ. അല്ല എരിവുണ്ട്. മതിയാവും. കുറച്ച് വെള്ളം കൂടെ തേക്കല്ലേ. ഇനി നമ്മുടെ മീൻകൂട്ടനെ എടുത്താണ്ടില്ലാക്കിയിട്ട് മീൻകൂട്ടനെ എടുത്തോ. മതിയാവോ? മതി മതി. മീൻകൂട്ടനെ എടുക്ക്. അതിലൊക്കെ വെച്ചോ. രണ്ട് പെരട്ട്. ആഹാ, ശരിക്കും മസാല പിടിപ്പിക്കും. ഉള്ളിലൊക്കെ കയറ്റി പിടിപ്പിക്കും. അമ്മ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തേ അമ്മ പിടിപ്പിക്കുന്നത്. മുറിവിൻ്റെ ഉള്ളിലൊക്കെ കയറ്റോട്ടെ. മുറിവാ? എന്തിൻ്റെ ഉള്ളിലാമച്ചി? മുറിവ് മീനെ മുറിച്ചില്ലേ, അതാണ് മുറിവ്. ശരിക്കും മസാല പിടിപ്പിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളി. ഉള്ളി വയറിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള മസാല വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അതിൻ്റെ വയറ് കണ്ട ഉള്ളിൽ. ആ ഉള്ളിലേക്ക് അരപ്പ് എന്തോ കരിഞ്ഞു പോകും. നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ശരിക്കും കൂടി മസാല പൊത്തി പിടിപ്പിച്ചിട്ടെ. എത്ര മിനിറ്റ് വെക്കണം നമുക്ക് ഫ്രിഡ്ജിൽ? 20 മിനിറ്റ് വെക്കാം. മീനിടാൻ പോവാ കേട്ടോ. സൂപ്പർ. എല്ലാം ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടല്ലേ. ഉരുളിയാണ്, ഉരുളി, കൊച്ചുരുളി. കൊച്ചി ഉരുളി. ഇളയ മകള് ഇട്ടാന്ന് ഇറങ്ങുള്ളതാണ് ഞാൻ കുടിക്കാൻ പോണേണ്. താരാ മനീഷേ നീ കുടി. താരേ എന്തോ കഴിച്ചു നോക്ക്, വെള്ളം കുടിച്ചു നോക്ക്. ഞാൻ കുടിച്ചാ മച്ചി. കുടിച്ചാ? കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണം തോന്നുന്നു. മേലെ കുടിക്കാനില്ല. ചട്ടി ഇട്ട് ചെറുതാ. ഇതിലും വലിയ ചട്ടി പിന്നെ ഉണ്ടാവില്ല. പിന്നെ മീൻ്റെ വലിപ്പം കൂടുതലാണ്. എന്തുണ്ടാവും ചെയ്ത്? എന്തുണ്ടാവും നോക്കിയേ. എന്നിട്ടില്ല. ആ കയ്യിലല്ലോ വെച്ചാൽ ഇതിൻ്റെ കയ്യിലാണ് കേട്ടോ. പണിപാടിയാ. ഏയ് അപ്പോൾ നമുക്കൊന്ന് മത്തി നോക്കിയാലോ. കാണിച്ചിട്ടുള്ളി കാണിച്ചേ. നല്ല ചൂടാണ്. മറിക്കാൻ വേണ്ടി പോകുന്നതാണ്. മറിക്കട്ടെ? മറിച്ചോളൂ. ഉള്ള കാണിക്ക്. വാവ്, സൂപ്പർ. ഒന്ന് വെന്ത് കൊടുത്താ അല്ലേ? അപ്പം നമുക്ക് മീനിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പേസ്റ്റ് ആക്കാം കേട്ടോ. അധികം പേസ്റ്റ് ആക്കണം. ഒറ്റ അടി അടിച്ചാൽ മതി. എന്നിട്ട് അടിക്കാനല്ല കേട്ടാ. മിക്സ് ചെയ്തിട്ട് കറക്കിയെടുത്താൽ മതി. ജസ്റ്റ് അടിച്ചാൽ മതി അല്ലേ? ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ശരിക്കും കറക്കണ്ട, മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് കറക്കാം അല്ലേ? കറക്ക്. കാണിച്ചേ. മതിയാവോ? അത് മതി. ഓക്കെയാണ്, പെർഫെക്റ്റ്. ഓക്കെ. അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. അതിലേക്ക് ഇത്തിരി വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി ആകുമ്പോൾ ഇത്തിരി പുളിപ്പുണ്ടാവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് അമ്മച്ചിയാണ് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യണം. മസാല ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. അമ്മ ഇത്തിരി കുറച്ചാണ് എടുത്തേക്കണത്. അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ ചെയ്യണത്? ആ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി അധികം വേവിച്ച് കളയരുത്. ഒരു 80% വേവ് മതി. പിന്നെ നമുക്ക് വാഴയിലേക്ക് ഇടുന്ന് വെന്തോളും. കണ്ടാ കളർ കണ്ടാ? നീ ചൈനീസിൻ്റെ പണിക്കോലം പോയിട്ടുണ്ടോ? ചൈനീസുകാർ കാണിക്കണ പോലെ? ഇല്ലല്ലോ. പോയിട്ടുണ്ടെന്ന് തോന്നണ്. ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ മസാല വാഴയിൽ നിരത്തി വെച്ചിട്ട് മീൻ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ചിട്ട് നമുക്ക് വാഴയിലിൽ പൊള്ളിച്ചെടുക്കാം. നമുക്ക് പൊതിയാൻ അറിയാൻ പോലെ കേട്ടാ. ഞാനാണ്ട് അവർക്ക് പൊതിഞ്ഞൊക്കെ കൊടുത്തത്. ശരിക്കും പൊതിച്ചോറ് ചെയ്തിട്ടില്ലേ ഇതുപോലെ? ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത് വാഴനാരാണ് കേട്ടാ.
പഴനാര് തന്നെ വേണം കേട്ടോ ഇതിന്. അപ്പൊ നമ്മുടെ പൊതി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കാം. തിരിച്ചും മറിച്ച് വിട്ടിട്ട് പൊള്ളിച്ചെടുക്കണം കേട്ടോ, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. പൊട്ടിരി സാറേ, ഏ പൊട്ടിരി ഞാൻ പൊട്ടി എത്രയുണ്ട്? ആരൊക്കെ ഇഷ്ടപ്പെട്ടതാണ്ട വാഴ താരം ഇഷ്ടത്തിലാണ് ഉണ്ടാക്കിയത്. നാലാണ്ട് വേറെ ഒന്നുമല്ല. പൊട്ടിക്കട്ടെ പൊട്ടിച്ചോ പൊട്ടിക്കട്ടെ പൊട്ടിച്ചോ പൊട്ടിക്കോ പൊട്ടിച്ചോ പൊട്ടിച്ചോ. വാവ്, സൂപ്പറല്ലേ? അടിപൊളി. എടുക്കട്ടെ എടുക്കട്ടെ ഞാനും. നീ എടുത്ത് അധികം വേണ്ടട്ടാ. ചൂടില്ലേ? ചൂടുണ്ട്. ഊത് ഊത് എടുത്തോ. ആ ചൂടാ. ആ ചൂടുള്ള ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു നോക്കിയേ. ഉണ്ട് രുചി ചൂടാ. കഴിക്ക്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇതെങ്ങനെ എടുക്കണം കാണിച്ചു തരാം. എന്താ നല്ല ഗ്രം പീസ ചോറിലേക്ക് ഇട്ട് വെച്ച് കഴിച്ചോ. ചെറുപയറുണ്ട് കേട്ടോ. ചോറ് മാറ്റണം. കുറച്ച് കുറച്ച് കഴിക്കുന്നത് അടിയൊക്കെ തമിച്ച് അത്ര മതി. ചെറുപയർ കിട്ടും എത്രേ കുറച്ചുകൂടെ മാറ്റിയുണ്ട് വാക്കുമല്ലേ. മതി മതി. ബാക്കിയാണെങ്കിൽ പിന്നെ കഴിക്കാം. കഴിച്ചോ. അച്ചാറ് കിട്ടും എത്രേ അമ്മച്ചേനെ അച്ചാറ് അച്ചാറ് ഊണിട്ടില്ല. ഒരു മാങ്ങ വീഴുന്ന വെച്ചാൽ താഴ്ച വെച്ചാൽ മാങ്ങച്ചാറ. മീൻ പൊള്ളിച്ച എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാം കൂടി പൊള്ളിച്ചാണ്ട. അമ്മച്ചി എന്താ പറയാ? നോക്കി പറ. ഞങ്ങളിപ്പം നേരം കൂടി മീൻ പൊള്ളിച്ചാൽ നല്ല രുചിയുണ്ട്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോട്ടെ. അപ്പോൾ താരം പറഞ്ഞ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.